നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട്, ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആചാര്യനാണ്. നമ്മൾ നവരാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നവരാത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ 9 ദിവസം ദേവീനെ പൂജിക്കുക. അതിലേറ്റവും അവസാനത്തെ 3 ദിവസം അഷ്ടമിയും നവമിയും ദശമിയാണ്. ഈ വിജയദശമി ദിവസം നമ്മൾ എഴുത്തിനിരുത്ത് അല്ലെങ്കിൽ വിദ്യാരംഭത്തിന് പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. കുരുന്നുകൾ വിദ്യ അഭ്യസിക്കാൻ തുടങ്ങുന്നത് ആ സരസ്വതിയുടെ മഹാകൃപ കൊണ്ടാണ്. അതിൻ്റെ ആദ്യ അക്ഷരം കുറിക്കലാണ് വിദ്യാരംഭം. പരമപവിത്രമായി ചെയ്യേണ്ട വിദ്യാരംഭം ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത്, ഇന്ന് ഞാൻ ഒരു പരസ്യം കണ്ടത്, പള്ളികളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ പള്ളിയിൽ അച്ഛന്മാർ എഴുത്തിനിരുത്തുന്നതാണ്. തീർച്ചയായിട്ടും ഓരോ സംസ്കാരത്തിന്, ഓരോ മതത്തിന് അതിൻ്റേതായ രീതികളുണ്ട്. ആ രീതിയാണ് അവർ പിന്തുടരേണ്ടത്, അല്ലാതെ മറ്റ് സംസ്കാരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളല്ല. തികച്ചും അപലപനീയമായൊരു കാര്യമാണത്. ഇതേപോലെ തന്നെയാണ് പാർട്ടി ഓഫീസുകളിലും ഇതേപോലെ പത്രം ആഫീസുകളിലൊക്കെ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. മറ്റെല്ലാ സമയങ്ങളിലും സനാതന സംസ്കാരത്തിനെ ഇകഴ്ത്തി സംസാരിക്കുകയും അതിശക്തമായി ഇതിനെ വളരെ മോശമായി ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നവർ തന്നെ വിജയദശമി ദിവസം കുട്ടികളെ മടിയിലിരുത്തി എഴുത്തിനിരുത്തുന്നത് കാണുമ്പം ഇത് വളരെയധികം വൈരുദ്ധ്യമുള്ള ഒരു കാര്യമാണ്, വളരെ ദയനീയമായ ഒരു കാര്യമാണ്. ഇവിടെ പ്രതികരിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെ കുട്ടിയുടെ ജീവിതം ആരംഭിക്കുന്നത് വിദ്യയുടെ ഉയർന്ന ലോകത്തേക്ക്, ഉയർന്ന ബോധാവസ്ഥയിലേക്ക് അവൻ ചേക്കേറുന്നത് അത് പത്രമാഫീസിലോ പാർട്ടി ഓഫീസിലോ ആവരുത്. അത് ദേവീക്ഷേത്രങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ചെയ്തതുപോലെ സ്വന്തം വീട്ടിൽ അച്ഛനോ മുത്തശ്ശനോ കാരണവന്മാരൊക്കെ മടിയിലിരുത്തി അതൊരു അക്ഷരമധുരമായി മാറട്ടെ. ശക്തമായി ഭാരതീയ ധർമ്മപ്രചാര സഭയും അതിൻ്റെ ആചാരങ്ങളും ഞാനും ഇതിനെ അപലപിക്കുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാൽ, നമ്മളൊരു തീരുമാനം എടുത്താൽ ഇതൊക്കെ മാറുന്നതേ ഉള്ളൂ. നമ്മളെല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും ഇതുപോലെ ഓരോരുത്തരും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ശക്തരാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് അതിനെതിരെ ശബ്ദമുയർത്തി ശരിയായ രീതിയിൽ ഇതിനെയൊക്കെ ആചരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ട സമയമാണ്. ഓരോരുത്തർക്കും അതിന് ശക്തി ഉണ്ടാവട്ടെ. നമ്മൾ സംഘടനയിലൂടെ ശക്തിയുള്ളവരാവട്ടെ, തപസ്സിലൂടെ ആർജവമുള്ളവരായിത്തീരട്ടെ. നന്ദി, നമസ്കാരം.